ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന ക്യൂർ പൈപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിലാണ്, മൗറീഷ്യസിൽ. ഓക്കെ, ഞങ്ങൾ ആക്ച്വലി ഒരു സൗത്ത് ടൂറിന് സെക്കൻഡ് ഡേ ആണ് പ്രാക്ടിക്കലി അല്ലേ, നമ്മുടെ സെക്കൻഡ് ഡേ ആണ് മൗറീഷ്യസിൽ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ ഇന്നിപ്പോൾ സൗത്ത് ടൂറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ടൂറിൽ ഫസ്റ്റ് പ്ലേസിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ക്യൂർ പൈപ്പ്. ഈ ക്യൂർ പൈപ്പ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണുന്നത് മാതിരി ഒരു വോൾക്കാനിക് ആക്ടിവിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഡോർമെൻ്റ് ആണ്. പക്ഷേ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് എല്ലാം വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് നിതിൻ, ഞാൻ ചേതൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഈ ടൂർ എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഹോട്ടലിൽ നിന്നാണ്. അപ്പോൾ ഹോട്ടലിൽ നിന്നും ഏകദേശം 1 മണിക്കൂറത്തെ ദൂരമുണ്ട് ഈ ക്യൂർ പൈപ്പിലേക്കോട്ട്. ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഈ വോൾക്കാനിക് ആയിട്ടുള്ള ലൊക്കേഷനാണ്. അടിപൊളി സ്ഥലമാണ്, ഒരു ഡോർമെൻറ്റ് വോൾക്കാനോയാണ്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല അല്ലേ? പറ്റുന്നില്ല. നമ്മൾ ആക്ച്വലി കണ്ടത് ഇപ്പോൾ ഡ്രോൺ ഷൂട്ട് ചെയ്തു, അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. വ്യൂവിൽ കാണാൻ പറ്റി മൊബൈലിൽ. അല്ലാതെ ഇവിടുന്ന് നിൽക്കുമ്പോഴൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ബാലിയുടെ വോൾക്കാനോ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ല. അപ്പം നമ്മൾ ഇതാണ് ഒരു വ്യൂ പോയിന്റ് കേട്ടോ. ഈ വ്യൂ പോയിന്റിൽ നിന്നുമാണ് അവർ നമുക്ക് കാണിക്കാൻ വിടുന്നത്. ഇവിടെ എൻട്രി ഫീയോ അങ്ങനത്തെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. വണ്ടി പാർക്ക് ചെയ്യാം, നിങ്ങൾക്ക് വരാം. അവിടെ ഒരു വലിയൊരു ഒബ്സർവേറ്ററി ടവർ മാതിരി ഒരു സംഭവം വെച്ചിട്ടുണ്ട് അവർ. പിന്നെ ഇവിടെ ഡിസ്ട്രിക്റ്റ് റോട്ടറി ക്ലബ് ഓഫ് ക്യൂർ പൈപ്പ്, റോട്ടറി കോർണർ എന്നും പറഞ്ഞിട്ടിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെയാണ് ഫോട്ടോ എടുക്കുന്നത്. നിങ്ങൾ നേരത്തെ കണ്ടു കാണുമല്ലോ, ആ ഫോട്ടോ നമ്മളിവിടെ തന്നെയാണ് വന്നത്. പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല, ഒരു നല്ല കാം സെറീൻ. ഫസ്റ്റ് രാവിലെ തന്നെ വന്നോണ്ടോന്ന് അറിയില്ല, കുറച്ച് കാണുന്ന പോലെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അതെ, അല്ല ഇത് നല്ല ഡീപ്പാണ്. അപ്പം അങ്ങനെ കാണാൻ ഡീപ്പ് ഫോറസ്റ്റ് പോലെ ഇരിക്കുന്നു കാണുമ്പോൾ. ഞങ്ങളെപ്പോഴുണ്ടല്ലോ ഇവിടെ ഗ്രാൻഡ് ബേസിനിൽ വന്നിട്ടുണ്ട്. ശിവൻ്റെയും പാർവതീൻ്റെയും ടെമ്പിളാണ് ഇവിടെ വന്നിരിക്കുന്നത്, സെക്കൻഡ് ലൊക്കേഷനും. അപ്പം ആദ്യത്തെ ലൊക്കേഷൻ നിങ്ങൾ വോൾക്കാനോൻ്റെ കണ്ടു. ഇപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ശിവൻ്റെയും പാർവതി ദുർഗേൻ്റെ ഭയങ്കര നല്ല അടിപൊളി ഒരു വിഗ്രഹമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പാർവതി ദുർഗേൻ്റെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ശിവൻ്റെ ഒരു വലിയൊരു വിഗ്രഹമുണ്ട്. കുറേ പേര് മോസ്റ്റ്ലി ഹിന്ദുസ് തന്നെ, പിന്നെ ഫോറിനേഴ്സും വരുന്നുണ്ട് കാണാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് അല്ലേ? നമ്മളിപ്പം തൊഴുത് കഴിഞ്ഞു. ഇപ്പം തൊഴുത്, അതായത് പാർവതി ദേവീൻ്റെ അമ്പലത്തിൽ തൊഴുതു. ഇതുണ്ട്, ഇത് നല്ല റോഡ് ഇവിടുത്തെ. അടിപൊളി. ഞങ്ങളങ്ങനെ ഇവിടെ 2 വിഗ്രഹത്തിൻ്റെ അടുത്ത് വന്നു. അതായത് ശിവൻ്റെ അടുത്ത് നിങ്ങളിപ്പം കണ്ടു,
പിന്നെ നേരത്തെ പാർവതി ദേവിൻ്റെ അടുത്ത് വന്നു, തൊഴുതു. മൊത്തം ഇവിടെ ഇന്ത്യൻ പാട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുക, ഓം നമഃ ശിവായ എന്നൊക്കെ പറഞ്ഞ്. അഫ്കോഴ്സ് ഇന്ത്യൻ ടെമ്പിൾ ആകുമ്പം കാണുമല്ലോ. പക്ഷേ ഇവിടെ കൂടുതലും ഇന്ത്യൻ കൾച്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് അങ്ങനെ വേറൊരു രാജ്യത്ത് വന്നൊരു ഫീലൊന്നുമില്ല. ഇവിടെ ആഫ്രിക്കൻസ് ഉണ്ടെങ്കിലും കൂടുതലും ഇന്ത്യൻസിൻ്റെ ഒരു ടച്ച് എല്ലാ രീതിയിലും കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസമുണ്ട്. പക്ഷെ നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഒരു അമ്പലം പണിതിരിക്കുന്നത് അല്ലേ? നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലവും. ഇവിടെ ഒന്നും വേറൊന്നും ഇല്ല, ഉള്ളൂ. പിന്നെ പാർക്കിങ്ങും അത്രേ ഉള്ളൂ. പിന്നെ നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മൾ വെളിരാജ്യത്തും തോന്നേയില്ല. എന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റിലൊക്കെ ആൾക്കാർ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ അമ്പലത്തിൽ കുറെ പേരുള്ളത്. ഞങ്ങളപ്പം ഗംഗാതല എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലത്തിൽ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റോപ്പ്. അവിടെ നിന്ന് മേ ബി ഒരു ഹാർഡ്ലി 2 minutes ഇച്ചിരി മുന്നോട്ട് വരുമ്പോൾ തന്നെ ഗംഗാതല ഉണ്ട്. അപ്പം വണ്ടി തന്നെ കൊണ്ടുവന്നു. ഇപ്പം ഇവിടെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട്, അപ്പം സാധനങ്ങളൊക്കെ സൂക്ഷിച്ചെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സാധനമൊക്കെ സൂക്ഷിച്ച് പതുക്കെ നമുക്ക് കണ്ടിട്ട് വരാം. കയറുമ്പോഴേതാണ് ഇതാണ് അമ്പലം. കണ്ടിട്ടില്ല ഇതിനെ കുരങ്ങന്മാരെ. ബാലിയിലെ കുരങ്ങന്മാരുടെ മാതിരി ഇൻ്റലിജൻ്റ് ആണെന്ന് അറിഞ്ഞൂടാ. ഹനുമാൻജി ഉണ്ട്. ചപ്പലോട് ഊരി വെക്കണം. മഹാവിഷ്ണു, ബ്രഹ്മാവും സരസ്വതിയും ഗരുഡനും. അവിടെ പരമശിവനെ കാണാം. നമ്മൾ പോയ സ്ഥലം. സരസ്വതി ദേവിയുണ്ട്, ഗണപതിയുണ്ട്, ശിവനുണ്ട്. ശിവനുണ്ട്, മീന്. ലക്ഷ്മി ദേവിയുണ്ട്, സരസ്വതി ദേവിയുണ്ട്. नमामि सदा शिवलिङ्गं सर्वसुगन्धसुगन्धितलिङ्गं प्रणमामि सदा शिवलिङ्गं हर हर. നമുക്കപ്പോൾ ഇവിടം വരെ വരാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അമ്പലം വരെ കയറിപ്പോയി തൊഴുകയൊക്കെ ചെയ്യാം. ഞങ്ങളതിൽ വന്നിട്ടില്ല, ഞങ്ങൾ ജസ്റ്റ് പാതി വഴി വരെ വന്നിട്ടുള്ളൂ. നമ്മൾക്ക് ആക്ച്വലി 20 മിനിറ്റ് തന്നിട്ടുണ്ട് അവര്, വേണമെങ്കിൽ പോയി വരാം. നമ്മൾ പോയില്ല. ഇവിടുന്ന് അത് കാണാനുള്ള ഒരു ഭംഗി വേറെ തന്നെ. അവിടുന്ന് ചിലപ്പോൾ അത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഫോട്ടോ ഒക്കെ എടുത്തു, ഇച്ചിരി വീഡിയോ ഷോട്ട്സ് ഒക്കെ നിങ്ങളും കണ്ടു.